നാലാം ലോക കേരള സഭ. ലോക കേരള സഭയെ പറ്റി ചിന്തിക്കുമ്പോൾ ഞാനൊരു സുപ്രീം കോടതി അഡ്വക്കേറ്റിനോട് ചോദിച്ചു, ഇത് ലോക കേരള സഭ എന്നാണല്ലോ പേരിട്ടിരിക്കുന്നത്, അതിന് ഒരു നിയമസാധുതയുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒരു നിയമസാധുതയും അതിനില്ല. കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് ഒരു കാരണവശാലും ഇതിന് നിയമസാധുതയില്ല. കേന്ദ്ര ഗവൺമെന്റിന് എപ്പോൾ വേണമെങ്കിലും ഇങ്ങനെ ഒരു സഭ നടത്തിപ്പ് പാടില്ല എന്ന് പറയാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ എന്തായാലും അദ്ദേഹത്തിന്റെ പേര് ഇവിടെ പറയുന്നില്ല, പേര് പറയാൻ ഞാൻ അനുവാദം ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ. അപ്പോൾ അങ്ങനെ ലോക കേരള സഭയ്ക്ക് വേണ്ടി, അത്തരം ഒരു സാഹചര്യത്തിലാണ് ലോക കേരള സഭയ്ക്ക് വേണ്ടി ഒന്നാം പിണറായി ഗവൺമെന്റ് വന്ന കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ സ്പീക്കർ ശ്രീരാമകൃഷ്ണനാണ് അതിനുവേണ്ടി ഒരു ആസ്ഥാന മന്ദിരം ഒരു ലോക കേരള സഭാ മന്ദിരം സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടി 16 കോടി ഇരുത്താൻ ആവശ്യപ്പെട്ടതും അത്രയും വകവരുത്തി ഊരാളുങ്കൽ സൊസൈറ്റിക്ക് അതിന്റെ പണി കൊടുത്തു. എന്നിട്ട് 9 കോടിക്കോ മറ്റോ പണി തീർത്തു എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. അതായത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് കിട്ടിയ വിവരം. രണ്ടായാലും 9 കോടി രൂപ അവിടെ തന്നെ ഉണ്ടായിരുന്ന വലിയൊരു കെട്ടിടത്തെ ഭാഗപ്പെടുത്തി ഭംഗിയാക്കി ഒക്കെ വേണ്ട രീതിയിൽ ഇരിക്കാനുള്ള സീറ്റുകളും മനോഹരമായ സീറ്റുകളും ഒക്കെ ഒരുക്കി ഒരു രമ്യഹർമ്മ്യമാക്കി മാറ്റാൻ വേണ്ടിയാണ് ഇത്രയും കോടികളൊക്കെ ചെലവഴിച്ചത്. ഇതൊക്കെയാണ് നമ്മുടെ ധനപ്രതിസന്ധിയുടെ ആരംഭം എന്നുകൂടി നമ്മൾ ഓർക്കണം. അപ്പോൾ അതായത് ഒരു ഗവൺമെന്റിൽ ഇരിക്കുന്ന ഓരോ മന്ത്രിമാരും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേഷ്ടാക്കളും ഓരോ രൂപ ചെലവഴിക്കുമ്പോഴും ഓർക്കേണ്ടത് ഇത് സാധാരണക്കാരന്റെ നികുതി പണമാണ്. ഇത് ചെലവഴിക്കുമ്പോൾ ഇതുകൊണ്ടുണ്ടാകുന്ന പ്രയോജനങ്ങൾ ഈ സാധാരണക്കാരന് പ്രയോജനപ്പെടുന്നുണ്ടോ, അവൻ അതിന്റെ അർഹമായ ഭാഗം ലഭിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് നമ്മുടെ സമ്പദ്ഘടനയെ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുമോ, ഇത്തരം കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് വേണം ആരായാലും ഖജനാവിൽ കൈയിട്ട് 1 രൂപ എടുത്ത് ചെലവഴിക്കാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഘട്ടത്തില് 16 കോടി എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും ആലോചന കുറവ് കൊണ്ടാണ് അങ്ങനെയുള്ള കണക്കുകൾ നാം പറയേണ്ടി വരുന്നത്, വിമർശിക്കേണ്ടി വരുന്നത് എന്ന് പറയാതെ ഗത്യന്തരമില്ല. എന്തായാലും അങ്ങനെ ഒരു ആസ്ഥാന മന്ദിരമൊക്കെ തയ്യാറാക്കി ലോക കേരള സഭ തുടങ്ങി. അപ്പോൾ നമ്മൾ ലോക കേരള സഭയിലേക്ക് സംസാരിക്കാൻ പോകുന്നതിന് മുൻപ്, ആ സഭ അപ്രധാനം എന്ന് ഞാൻ പറയുന്നില്ല, അതിനു മുൻപ് ചില കണക്കുകൾ പറയട്ടെ. ഈ അടുത്ത ദിവസം തന്നെ നമുക്ക് ഒരു അന്താരാഷ്ട്ര കണക്ക്, ഒരു പ്രവാസ കണക്ക് വന്നു. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ആഗോള മൈഗ്രേഷൻ, അതായത് പ്രവാസത്തിൽ ഇന്ത്യയാണ് മുന്നിൽ നിൽക്കുന്നത്. ആഗോള മൈഗ്രൻസിൽ 22% പേർ ഇന്ത്യയിൽ നിന്നാണ്. ഇന്ത്യയിൽ നിന്ന് തന്നെ മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ളവരിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം കേരളമാണ്. കേരളത്തിൽ നിന്നാണ്, ഇന്ത്യയിൽ നിന്നുള്ള ആകെ പ്രവാസികളിൽ 19% കേരളത്തിൽ നിന്നാണ്. 2-ാം സ്ഥാനത്ത് മഹാരാഷ്ട്രയാണ്, 17.6%. പിന്നെ അങ്ങനെ 3, 4 അങ്ങനെ സ്ഥാനങ്ങൾ പോകട്ടെ. അപ്പോ ഈ കഴിഞ്ഞ ദിവസം നമുക്കൊരു കണക്കുണ്ടായി. പ്രവാസ വരുമാനം, അത് ഇപ്പോൾ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ, ഇന്ത്യയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഫോറിൻ എക്സ്ചേഞ്ച് നേടിക്കൊണ്ടിരിക്കുന്ന രാജ്യം. പക്ഷെ ഇത് സംസ്ഥാനം തിരിച്ചുള്ള കണക്ക് പുറത്തു വന്ന് കിട്ടിയില്ല. അപ്പൊ സംസ്ഥാനം തിരിച്ചു വന്നുള്ള കണക്ക് ഈ 2022 വന്ന ഒരു കണക്കുണ്ട്. ആ കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്നുള്ള പ്രവാസികളിൽ 19% കൂടി 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഈ പ്രവാസി വരുമാനം എടുക്കുമ്പോൾ, അതായത് വിദേശ നാണ്യം വരുമാനം എടുക്കുമ്പോൾ 35.2% കൂടി 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന മഹാരാഷ്ട്രയാണ് ഒന്നാമത്. 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന മഹാരാഷ്ട്രയാണ് ഒന്നാമത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിങ്ങളെ ഫലിതം പറയുകയല്ല കേട്ടോ. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ പ്രവാസികൾ പോയിരിക്കുന്നത് കേരളത്തിൽ നിന്നാണ്, 19%.
രണ്ടാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്കാണ് 17.6%. ഇപ്പൊ ഞാൻ രണ്ടാമത് പറഞ്ഞത് വരുമാനം, വിദേശ നാണ്യം ഏറ്റവും കൂടുതൽ എത്തുന്ന സംസ്ഥാനം ഏത്? അത് മഹാരാഷ്ട്രയാണ്. എത്ര ശതമാനം? 35.2%. അതേ സമയത്ത് കേരളത്തിന്റെ വിദേശ നാണ്യ വരുമാനം 10.2%. അതെന്താ ഇത്ര വലിയ അന്തരം? ഇത് പറയാൻ വേണ്ടിയാ ഞാൻ സത്യത്തിൽ ഈ കണക്ക് പറയുന്നത് തന്നെ. ഇത്ര വലിയ അന്തരത്തിന്റെ കാരണം, മഹാരാഷ്ട്രയിൽ നിന്ന് പോകുന്നവരൊക്കെ സാങ്കേതിക വിദ്യ വശംവദരായവരാണ്. അതായത് എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്, അങ്ങനെ പ്രൊഫഷണലിസ്റ്റ് ആണ് അധികം പേരും പോകുന്നത്. മറിച്ച് കേരളത്തിൽ നിന്ന് പോകുന്ന പ്രവാസികൾ എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലാണെങ്കിൽ ഒരു മിഡിൽ ലെവലിൽ ഉള്ളവരായിരിക്കാം. അതുമല്ലെങ്കിൽ നിത്യ ജീവനോപാധി തേടി പോകുന്നവരുമുണ്ട്. അതായത് സാങ്കേതിക മികവില്ലാതെ മറ്റ് സാധാരണ ജോലികൾ ചെയ്യാൻ വേണ്ടി. നമുക്കറിയാമല്ലോ, കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രവാസികൾ പോയിട്ടുള്ളത് ഗൾഫ് കൺട്രീസിലേക്കാണ്. അപ്പൊ ഈ ഗൾഫ് കൺട്രീസിലേക്ക് പോയിട്ടുള്ളവരൊക്കെ സർവ്വസാധാരണക്കാരാണ്. അവരിൽ ഉണ്ട്, തീർച്ചയായിട്ടും നമുക്ക് ഇവിടുന്ന് സാങ്കേതിക മികവുള്ള എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും മറ്റതുപോലുള്ള പ്രൊഫഷണൽസും പോകുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവർ അധികവും പോകുന്നത് അമേരിക്ക അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രി, അതായത് സ്കാൻഡിനേവിയൻ കൺട്രീസ്, അങ്ങനെയൊക്കെയുള്ളിടത്തേക്കാണ്. അപ്പം ഈ ഗൾഫ് കൺട്രീസിലേക്കും പോകുന്നുണ്ട് ഡോക്ടേഴ്സൊക്കെ, എങ്കിൽ പോലും താരതമ്യേന കുറവാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടെ നിന്ന് പോകുന്ന സാങ്കേതിക മികവുള്ളവരെക്കാൾ കൂടുതൽ സാങ്കേതിക മികവ് ഒന്നുമില്ലാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജീവനോപാധി തേടി പോകുന്നവരാണ്. അതുകൊണ്ട് അവരുടെ വരുമാനം കുറവാണ്. അതുകൊണ്ടാണ് പ്രവാസികൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്നാണെങ്കിലും വരുമാനം വരുമ്പോൾ വിദേശ നാണ്യം വരുന്നത് 35.2%, മഹാരാഷ്ട്രയ്ക്കാണെങ്കിൽ കേരളത്തിന് 10.2%ആയിട്ട് കുറഞ്ഞു പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെയുള്ള ഒരു കേരളത്തിൽ ഈ ലോക കേരള സഭ, ആ ലോക കേരള സഭയുടെ സ്വഭാവം, ഇപ്പൊ 4ാമത്തെ ലോക കേരള സഭയാണ്. 1ഉം 2ഉം ഇന്ത്യയിൽ വെച്ച് നടത്തി. 3ാം ലോക കേരള സഭ നടത്തിയത് അമേരിക്കയിൽ ടൈം സ്ക്വയറിൽ വെച്ചാണ്. അപ്പോ ആ ടൈം സ്ക്വയറിൽ വെച്ച് നടത്തിയ ലോക കേരള സഭ നടത്തുന്നതിന് വേണ്ടി സ്പോൺസർഷിപ്പിലൂടെ അവിടെ തന്നെ പ്രവാസി മലയാളികൾ ഒരു NGO പോലെ ഫോം ചെയ്ത്, അപ്പൊ ആ NGOയിലേക്കാണ് അവർ ഡൊണേഷൻ കൊടുക്കുന്നത്, സ്പോൺസർഷിപ്പ് എടുക്കുന്നത് എങ്കിൽ അത് ഇൻകം ടാക്സിൽ നിന്ന് അവർക്ക് ഈ ഇളവ് കിട്ടും ആ പണത്തിന്. അപ്പൊ അങ്ങനെ ഇളവ് കിട്ടാൻ വേണ്ടി ഒരു NGO ഫോം ചെയ്ത് ആ NGO വഴി സ്പോൺസർഷിപ്പിലൂടെയാണ് ഫണ്ട് പിരിച്ചത്. അങ്ങനെ ഫണ്ട് പിരിച്ചപ്പോൾ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാകും, ഇപ്പോഴും 1 കോടി രൂപയ്ക്ക് ഒരു ഡയമണ്ട് സ്പോൺസർഷിപ്പ്, ആ തരത്തിലായിരുന്നു താഴേക്ക് വരുന്നത്. അപ്പം എന്ന് വെച്ചാൽ ഞാൻ ഇത്രയൊക്കെ സൂക്ഷ്മതയോടെ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഈ ലോക കേരള സഭയിൽ പങ്കെടുക്കുന്ന ആരാണ്? വലിയ ധനാഢ്യരായിട്ടുള്ള പ്രവാസികളാണ്. അതായത് ഒന്നുകിൽ വലിയ സ്ഥാനങ്ങളിൽ ബിസിനസ് വഴിയായിട്ടോ അല്ലെങ്കിൽ വലിയ പ്രൊഫഷണൽ രംഗത്തോ ഒക്കെ ഇരിക്കുന്ന വലിയ സമ്പന്നരായ പ്രവാസികളാണ് ഇങ്ങനെയുള്ള സ്പോൺസർഷിപ്പ് ഒക്കെ എടുത്ത് ഇത് നടത്തി എടുക്കുന്നതിനൊക്കെ വേണ്ടി മുന്നിൽ നിൽക്കുന്നത്. അപ്പം അങ്ങനെയുള്ള പ്രവാസികൾ വിളിച്ചുകൂട്ടി ലോക കേരള സഭ നടത്തിയിട്ട് നമ്മൾ എക്കണോമിക് റിവ്യൂ ഒന്ന് എടുത്തു നോക്കിയാൽ അറിയാം. അതിനകത്ത് ലോക കേരള സഭയെ പറ്റി എന്തു മനോഹരമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പ്രവാസികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു നല്ല വേദിയായിട്ടാണ് പറയുന്നത്. അപ്പൊ ഈ ഏത് തരം പ്രവാസികളുടെ പ്രശ്നങ്ങളായിരിക്കും? ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, വളരെ സമ്പന്നരായ പ്രവാസികൾ, വലിയ പൊസിഷൻസിൽ ഇരിക്കുന്ന വലിയ ബിസിനസ്സുകാരായ പ്രവാസികളൊക്കെയാണ് ഈ പറയപ്പെട്ട ലോക കേരള സഭയിൽ പങ്കെടുക്കുന്ന മുഖ്യന്മാര്. അതായത് പ്രവാസി പ്രമുഖർ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞാല് പൗരപ്രമുഖരെ കാണാനാണ് അദ്ദേഹം അദ്ദേഹം നവകേരള സദസ്സിന് ഇറങ്ങിയത്. അപ്പോ നവകേരള സഭയ്ക്ക് ഇറങ്ങിയത്. അപ്പൊ എന്ന് പറഞ്ഞോളൂ, ലോക കേരള സഭ എന്ന് പറഞ്ഞാല് പ്രവാസി പ്രമുഖരാണ് അതിനകത്ത് പങ്കെടുക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളെയൊക്കെ കാണിക്കാൻ വേണ്ടി സാധാരണക്കാരായ ചില മെമ്പർമാരും ഒക്കെ പ്രവാസികളും ഒക്കെ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ടാകാം, മനഃപൂർവമായിട്ട് കാണിക്കാം. അപ്പം യഥാർത്ഥത്തില് ഈ ലോക കേരള സഭ നമ്മുടെ മുൻപിൽ വെക്കുന്നത്
ഇതുപോലെയുള്ള പ്രമുഖരായ പ്രവാസികളാണ്. അവരെ നമ്മൾ ആദരവോടെ കാണണ്ടേ? അവരെ നമ്മൾ ആദരവോടെ കാണണ്ട എന്നും അവർക്ക് അഭിപ്രായങ്ങൾ ഇല്ലാത്തവരാണ് എന്നും എനിക്ക് അഭിപ്രായമില്ല. എന്റെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവർ അത്തരം പ്രമുഖരല്ല. ഞാൻ നേരത്തെ ബോംബെയുമായിട്ട് മഹാരാഷ്ട്രയുമായിട്ട് താരതമ്യപ്പെടുത്തി പറഞ്ഞല്ലോ. ഇവിടെ നിന്ന് സാങ്കേതിക മികവില്ലാതെ ജീവനോപാധി തേടി ഗൾഫ് കൺട്രീസിലേക്കൊക്കെ പോയിരിക്കുന്ന തരത്തിലുള്ള കുബൂസ് കഴിച്ച് ജീവിക്കുന്ന, അതായത് ഈ ഇവിടുത്തെ തോട്ടം മേഖലയിലെ ലയങ്ങൾ പോലെ വളരെ ബുദ്ധിമുട്ടുള്ള, അതായത് തട്ടായിട്ട് കിടക്കകൾ ഒരു കട്ടിലിൽ ഇട്ട് അതിന്റെ കുറച്ച് മുകളിൽ വേറൊരു കട്ടിലല്ല കിടക്ക, അങ്ങനെയുള്ള സംവിധാനത്തിലൊക്കെ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന പ്രവാസികളാണ് കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ഒരുപാട് പേരും. അവരെടുക്കുന്ന പണത്തിന്റെ, സമ്പാദിക്കുന്ന പണത്തിന്റെ 95% അവർ വീട്ടിലേക്ക് അയക്കുന്നു. എന്തിനാണ്? വീട്ടിലെ പട്ടിണി അകറ്റാൻ, ഒരു കൊച്ചു വീടുണ്ടാകാൻ, മക്കൾ പഠിക്കാൻ, അങ്ങനെയൊക്കെയുള്ള നിരവധി ആവശ്യങ്ങൾക്ക് വേണ്ടി. അവർക്കാണ് പ്രശ്നമുള്ളത്. അവരുടെ ജോലി സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിലും അവരെ സംബന്ധിച്ച് പ്രശ്നങ്ങളുണ്ട്. അവര് പ്രവാസം കഴിഞ്ഞ് തിരിച്ചെത്തിയ ഇവിടെയും പ്രശ്നങ്ങളാണ്. ഇവിടെ അവർക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്ത് ജീവിക്കാമെന്ന് വെച്ചാൽ അതിനുള്ള ഒരു സാഹചര്യമില്ല. അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് അങ്ങനെയുള്ളവർക്ക് വേണ്ടി തന്നെ നോർക്കയുടെ ആഭിമുഖ്യത്തില് 2016-17 കാലഘട്ടം മുതൽ പെൻഷൻ ഉണ്ട്. കാരണം മടങ്ങി വരുന്നവര് 2013-14 വരെ നമ്മൾ അങ്ങോട്ടുള്ള പോക്കായിരുന്നു പ്രവാസത്തിൽ. അതായത് ഒരുപാട് പേര് അങ്ങോട്ട് 24 ലക്ഷം 25 ലക്ഷത്തോളം ഉണ്ടായിരുന്നു 2013 കാലഘട്ടമാകുമ്പോൾ കേരളത്തിൽ നിന്നുള്ള പ്രവാസികൾ. പക്ഷെ നമ്മൾ നോക്കിയാൽ അറിയാം 2015 തൊട്ടുള്ള കാലഘട്ടം ആകുമ്പോഴേക്കും പ്രവാസികളുടെ മടങ്ങി വരവ് തുടങ്ങി. അങ്ങനെ മടങ്ങി വരുന്ന പ്രവാസികൾക്ക് വേണ്ടിയാണ് 2016-17 കാലഘട്ടം ആയപ്പോഴേക്കും അവർക്ക് പെൻഷൻ ചെറിയ തോതിലെങ്കിലും പെൻഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ ലോക കേരള സഭ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, ഇത്ര വലിയ ആഡംബരത്തോടുകൂടി ഒരു ലോക കേരള സഭയ്ക്ക് വേണ്ടി മന്ദിരം പണിതു. അത് കഴിഞ്ഞിട്ട് അതിലെ പ്രവർത്തനം ആരംഭിക്കുന്നു. ലോക കേരള സഭകൾ നടക്കുന്നു. അങ്ങനെയൊക്കെ നടത്തി കഴിഞ്ഞിട്ടും ഇത്തരത്തിലുള്ള ഈ പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ലോക കേരള സഭയോ സഭയോട് ബന്ധപ്പെട്ടവരോ ഒരു ചെറുവിരൽ പോലും അനക്കിയതായിട്ട് കാണാനില്ല. അതായത് കുറെ കണക്കുകൾ അവർ പറയും. ഈ കണക്കുകളൊക്കെ ചർച്ച ചെയ്തതാണ്. കുറെ നിർദ്ദേശങ്ങൾ മുമ്പോട്ട് വന്നതാണ്. ചർച്ച ചെയ്തതുകൊണ്ടും നിർദ്ദേശങ്ങൾ മുമ്പോട്ട് വന്നതുകൊണ്ടും മാത്രം ഒരു പ്രശ്നത്തിനും പരിഹാരമാവുകയില്ല. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് നോക്കാം. നമ്മുടെ കോവിഡ് കാലത്ത് ഗൾഫ് കൺട്രീസിൽ ഒരുപാട് മലയാളികൾ കോവിഡ് ബാധിച്ച് അവിടെ വെച്ച് തന്നെ മരിച്ചു. ആ മരിച്ചവരുടെ ഡെഡ് ബോഡിയും കൊണ്ടുവരാനോ അല്ലെങ്കിൽ മരിക്കുന്നതിന് മുൻപ് അവരിങ്ങോട്ട് വരാൻ ആഗ്രഹിച്ചിട്ട് വരാനോ ഉള്ള പെർമിഷൻ പോലും ഗവൺമെന്റ് കൊടുത്തിരുന്നില്ല. അടച്ചിട്ടിരിക്കുന്നു എന്നുള്ള ആ കെയർ ഓഫിലായിരുന്നു ഇന്ത്യ. അതായത് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാകും, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മെയ് മാസം 26-ാം തീയതിയാണെന്നാണ് എൻ്റെ ഓർമ്മ, നമ്മുടെ സമ്പദ്ഘടന പൂർണ്ണമായിട്ടും അടച്ചിടുന്നത് കോവിഡ് മുഖാന്തരം. അപ്പൊ ആ സമയത്തേക്ക് ലോകത്ത് മുഴുവനും കോവിഡ് ആയിരുന്നു. അപ്പൊ മലയാളികൾ എവിടെയുണ്ടോ അവരവരുടെ നാട്ടിലേക്ക് വരാൻ ആഗ്രഹിച്ചു. ഒരു തരത്തിലും അവരെ സഹായിച്ചില്ല. അപ്പോഴും ചാർട്ടേഡ് ഫ്ലൈറ്റ് ആകാമായിരുന്നു. ഈ ലോക കേരള സഭയ്ക്ക് മനസ്സുണ്ടെങ്കിൽ ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ വഴി അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. പക്ഷെ അന്നുകൊണ്ട് 2018 ആദ്യത്തെ ലോക കേരള സഭ നടക്കുന്നത്. അപ്പൊ ആ 2018 മുതൽ പ്രവർത്തിക്കുന്ന ലോക കേരള സഭയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ 2020 ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്യാനുള്ള തീരുമാനങ്ങൾ എടുക്കാമായിരുന്നു, അല്ലെങ്കിൽ ഗവൺമെന്റിനെ കൊണ്ടെടുപ്പിക്കാമായിരുന്നു. അങ്ങനെ എടുത്തില്ല. അപ്പൊ പ്രവാസികൾ കേരളത്തിൽ കിടന്നു മരിച്ചതിൽ കൂടുതൽ പ്രവാസികൾ കേരളത്തിന് വെളിയിൽ കിടന്ന്, ഇന്ത്യക്ക് വെളിയിൽ കിടന്ന് മരിച്ചിട്ടുണ്ടാകാം. അങ്ങനെയുള്ള ഒരവസ്ഥ അത് ഒന്ന്. പിന്നെ എപ്പോഴാണ് ആ പ്രവാസി മലയാളികൾ തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നത്? അത് ഇന്ത്യ ഗവൺമെന്റ് വന്ദേ ഭാരത് പ്ലെയിൻസ് ഏർപ്പാട് ചെയ്തതിന് ശേഷമാണ് അവർക്ക് കേരളത്തിലേക്ക് വരാൻ കഴിഞ്ഞത്. അപ്പൊ അന്ന് ഗവൺമെന്റ് ആഗ്രഹിച്ചിരുന്നത് ഈ കോവിഡ് മുഖാന്തരം മരിച്ചവരുടെ എണ്ണമൊക്കെ ചുരുക്കി കാണിച്ച് ഞങ്ങൾ ആരോഗ്യ രംഗത്ത് അങ്ങ് വലിയ പൊങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറയാനാണ്. എനിക്ക് അതിന്റെ കണക്കുകൾ പറയാൻ അറിയാം, പക്ഷെ ഞാൻ അതിലേക്ക് പോകുന്നില്ല. നമ്മൾ ലോക കേരള സഭയാണല്ലോ ചർച്ച ചെയ്യുന്നത്.